ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുക്കാതെ പ്രഹസനമായി ചിറ്റൂർ താലൂക്ക് വികസന സമിതി യോഗം. യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ ഒരു ജനപ്രതിനിധി പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ ദിവസം യോഗം നടന്നത്. താലൂക്ക് പരിധിയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി എല്ലാ മാസവും നടക്കുന്ന പ്രതിമാസ യോഗമാണ് ചടങ്ങിലൊതുങ്ങുന്നത്. പല ജനകീയ വിഷയങ്ങളിലും വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെത്താത്തതിനാൽ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ജനപ്രതിനിധികളില്ലാത്തതിനാൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളിൽ മുതിർന്ന വ്യക്തിയെ അധ്യക്ഷനായി ചുമതലപ്പെടുത്തിയാണ് ഈ മാസത്തെ യോഗം നടന്നത്. 15 പഞ്ചായത്തും 3 ബ്ലോക്കും 1 നഗരസഭയും 5 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും 2 നിയമസഭാ പ്രതിനിധികളുമുള്ള താലൂക്കിൽ വികസന സമിതി യോഗം അധ്യക്ഷനാവാൻ ഒരു ജനപ്രതിനിധി പോലും ഇല്ലാത്തതിനെതിരെ യോഗത്തിൽ രൂക്ഷമായ വിമർശനമുയർന്നു. അതേസമയം കുഴൽക്കിണറുകളിൽ ഫ്ലോ മീറ്റർ വയ്ക്കാനുള്ള തീരുമാനം കർഷകദ്രോഹപരമാണെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതി ഉയർന്നു. കൃഷിക്കാവശ്യമായ വെള്ളം ഉപയോഗിക്കുന്നതിൽ കർഷകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലാണ് പുതിയ ഉത്തരവിറക്കിയിട്ടുള്ളതെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പറഞ്ഞു. കൊല്ലങ്കോട് സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴി സ്വകാര്യ വ്യക്തി കമ്പിവേലി കെട്ടി തടസ്സപ്പെടുത്തിയതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിൽ കാര്യമായ ഇടപെടലുണ്ടായില്ലെന്ന് കൊല്ലങ്കോട് പഞ്ചായത്ത് അംഗം ഷൺമുഖൻ ആരോപിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന യുവതിയുവാക്കൾക്ക് പ്രായപരിധി അവസാനിക്കുന്നതിനു മുൻപ് പരിഗണന നൽകണമെന്ന് പൊതുപ്രവർത്തകൻ നൂർ മുഹമ്മദ് പുൽപ്പുള്ളി യോഗത്തിൽ ആവശ്യപ്പെട്ടു. അവർക്കൊരു അവസരം കിട്ടിയിട്ടെന്ന് പരക്കെ ഒരു പരാതി എന്നെ അറിയിക്കും. ഞാനിപ്പോൾ പാരന്റ്സിന് വരുന്നതിനുള്ള ആവശ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ചിറ്റൂർ അണിക്കോട് ജംഗ്ഷനിൽ ഡ്രൈനേജിൽ വെള്ളം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. UTV ന്യൂസ്, പാലക്കാട്.